Down. Attendance എടുക്കുവാണേ. അഖിൽ പ്രസന്റ് ടീച്ചർ. അഞ്ജന പ്രസന്റ് ടീച്ചർ. അർജുൻ പ്രസന്റ് ടീച്ചർ. ഫർഹാൻ പ്രസന്റ് ടീച്ചർ. കിരൺ പ്രസന്റ് ടീച്ചർ. ലിയാൻ പ്രസന്റ് ടീച്ചർ. മീര. ഞാൻ എല്ലാ ദിവസവും ഈ ക്ലാസ്സിൽ വരും, എന്നിട്ട് ഞാൻ ഇരിക്കുന്ന സെയിം സ്ഥലത്തിരിക്കും. ആൻഡ് ലുക്ക് അറ്റ് ഓൾ ദീസ് ഫേസസ്. ബട്ട് ഇൻസൈഡ് it felt like I didn't even exist. അളിയ ഇപ്പോൾ ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്. എങ്ങനെ അറിഞ്ഞു? ഞാൻ ബുക്ക് വയ്ക്കാൻ പോയപ്പോൾ സാറ് പറഞ്ഞു. ഇപ്പോൾ സൂര്യ സാറോടെ പോയി. അതിപ്പോൾ സാറ് മലയ്ക്കോ മാല കിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നിങ്ങളടി ഞാൻ കിടക്കട്ടെ. എന്നാൽ പിന്നെ ഞാൻ കയറാം. ഇത്തവണത്തെ ഫിക്സേഴ്സ് കുറച്ച് ടൈറ്റാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ കപ്പടിക്കാൻ പറ്റും തോന്നുന്നില്ല. സാർ എത്ര ടൈറ്റ് ആയാലും വിഷയമില്ല. ദേവന്മാർ എന്നാലും നമ്മൾ കൂളായിട്ട് എടുക്കും. കാരണം ഇത്തവണ അങ്ങനെ പറ്റൂല. സാർ അതെന്ത്? അത് ഇത്തവണ നിങ്ങൾ 9 ഇറങ്ങുന്നത്. ഒരു ടീമിൽ 10 പേരെ പറ്റുള്ളൂ. നിങ്ങളാണെങ്കിൽ 6 പേരുണ്ട്. നിങ്ങൾ എന്താ ചെയ്യും? അങ്ങനെയാണെങ്കിൽ ആര് മാറും? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങളുടെ എല്ലാവരും മാറുമെന്ന്. ദൈവം മാറിക്കോളൂ. ഇവൻ വലിയ കളിയൊന്നും. എടാ ഇവർ പറയുന്ന പോലെ നിങ്ങൾക്ക് ടീമിൽ നിന്ന് മാറിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡാ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഒരു ലിസ്റ്റ് സെറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ വയ്ക്കുമോ? എടാ നിക്ക്. എടാ നിന്നെ നിനക്ക് എന്താ വെച്ചാൽ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നു? എടാ ഇപ്പം ടൂർണമെൻറ്റ് നിന്റെ ടീമിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു. എന്ത് പറ്റി? എനിക്കറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എടാ നീ ഇതൊക്കെ മിണ്ടണ്ടേ? എടാ നിന്നെ ഈ ക്ലാസ്സിൽ വെച്ച് ഇവന്മാർ ഇതൊക്കെ പറയുമ്പോൾ കൂടെ കൂട്ടാം. നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവന്മാർ പറയുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറയണ്ടേ? അല്ലെങ്കിൽ നിനക്ക് നീ ആയിട്ടൊരു സ്റ്റാൻഡ് നിൽക്കണ്ടേ നിനക്ക് വേണ്ടിയിട്ട്? എടാ എന്തെങ്കിലുമൊക്കെ പറ. എടാ നീ I was fighting a battle, but no one could see me. I was battling with the silence. You know, all I ever wanted was to just feel included, to feel I mattered. ഇന്ന് ഞാൻ ചോദിക്കുന്നത് സിമ്പതിക്കോ ഒരു യാതനയ്ക്കോ അല്ല. ഇന്ന് ഞാൻ ചോദിക്കുന്നത് കുറച്ച് മനുഷ്യത്വത്തിനാണ്. പിന്നെ സൂര്യ സാർ മലക്കിട്ട് വന്നു. അത് ശരി. ഇപ്പം ഒന്നേ ഉള്ളൂ. പിന്നെ വേറെ പ്രശ്നമുണ്ട്. നമ്മുടെ ക്ലാസ്സസ് താഴെ നിന്ന് മുകളിലോട്ടാക്കി. എടാ അതെന്തോ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അത് നടക്കുകയാണ്. അപ്പം ഇനി തൊട്ട് മുകളിൽ തന്നെ. എല്ലാവരും എടുത്തോണ്ട് കളിപ്പുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ? അലമ്പൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? നീയൊക്കെ അല്ലേ, എനിക്ക് നല്ലോണം അറിയാം. സാറേ മലക്കേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മലക്കുവേറ്റൊക്കെ നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. അത് തിരക്കുണ്ടായിരുന്നോ? തിരക്ക് സീസൺ അല്ലല്ലോ, ഉണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു തൊഴാൻ പറ്റി. സാർ അപ്പം അരവണയാ? അരവണയൊക്കെ തരാം. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് ഒരു സാധനം എഴുതാൻ പറഞ്ഞിരുന്നത്. നിങ്ങളെ എല്ലാ ആഗ്രഹവും ഞാൻ അയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാധിച്ചൊക്കെ തരട്ടെ. പക്ഷേ ഈ ഒരു സാധനം, ഈ ഒരു പേപ്പർ, ഇത് അയ്യപ്പനെ കാട്ടി എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാരണമാണ്. മനസ്സിലായില്ലല്ലേ? അതാണ്, മനസ്സിലാക്കി തരാം. I feel lonely, but I keep smiling. എന്നെ കേൾക്കാൻ ഒരാളെ തന്നാൽ മതി. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ എഴുതിയൊരു വാചകമാണ്. മക്കളെ, ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിയുമോ? അത് ഒറ്റപ്പെടലാണ്. നമ്മളെ കേൾക്കാൻ, നമുക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായാൽ അവിടെ തീർന്നു ഇതെല്ലാം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഏതോ ഒരു കുട്ടി, എനിക്കറിയില്ല ആരാണെന്ന്, അവൻ ഇപ്പം കടന്നു പോകുന്ന ഫീലിങ്സ്,
അതാണ്, ഒറ്റപ്പെടലാണ്. അത് ഈ ക്ലാസ്സിൽ ഏതോ ഒരു കുട്ടി, ആണോ പെണ്ണോ എനിക്കറിയില്ല, ആ കുട്ടി അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് ആരും അയാളെ കൂട്ടുന്നില്ല എന്നും അയാൾ പറയുന്ന ആരും നിങ്ങൾ കേൾക്കുന്നില്ല എന്നും എന്നൊക്കെയാണ് അതിൽ എഴുതിക്കുന്നത്. മക്കളെ, നമ്മുടെ വീട് വിട്ട് കഴിഞ്ഞാൽ ഈ 4 ചുമരുകൾക്കുള്ളിലാണ് നമ്മുടെ കുടുംബം. ഇവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ കാണും, ഇഷ്ടക്കുറവുകൾ കാണും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. എങ്ങനെ? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാവുന്നു, നിന്നുള്ളിലെ ദൈവമാവുന്നു. അത് നിങ്ങളാവണം. കൂടെയുള്ളവനെ ചേർത്ത് പിടിക്കണം, ഒപ്പം വളരണം. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? എടാ വെയിറ്റ്, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് എടാ, വെയിറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എടാ വെയിറ്റ് ഒരു കാര്യം പറഞ്ഞു. എടാ മറ്റേ സാറ് പറഞ്ഞ ലെറ്ററിൻ്റെ കാര്യം ആരും എഴുതി നിനക്കറിയോ? ഇല്ല, എനിക്കറിയണ്ട. നീ എല്ലാണോ? അല്ല, നമ്മളെ ക്ലാസ്സിൽ ലിയാനില്ലേ, അവനാണ് എഴുതിയത്. അവനതിനുള്ള കഴിവൊന്നുമില്ല. ഇതൊക്കെയാണ് നിന്റെ പ്രശ്നം. നീ ഇന്നും അവൻ പറയുന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങടേ. എടാ വെയിറ്റ്, ഇനിയും എടാ ഇനിയും പറ. സൂരജ് സാർ പറഞ്ഞ ആരെ പറ്റിയായിരിക്കും? ആർക്കറിയാം, ഇനി എഴുതിയ ആൾക്കേ അറിയുള്ളൂ. ആരെന്ന് എനിക്കറിയാം. നമ്മളെ ലിയാനാണ്. അത് നിനക്ക് എങ്ങനെ അറിയാം? നേരത്തെ നമ്മൾ കട്ടടിച്ചപ്പോൾ അഞ്ചന നമ്മളടുത്തൊന്നും കാര്യം പറഞ്ഞ ഓർമ്മ. അത് അവൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയണ്ട. നമ്മൾ തന്നെ എത്ര കാര്യത്തിന് അവനെ കൂട്ടിയില്ലല്ലേ. നമ്മളതിന് അവനെ എവിടെ കൂട്ടാത്ത? നമ്മളെവിടെയൊക്കെ പോണ്, അവിടെയൊന്നും ഇല്ലല്ലേ. അവൻ നമ്മളോട് ചോദിക്കാൻ പോകില്ല, നമ്മൾ അവനോട് പറയേയില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. ഇതാണ് കുഴപ്പം, നമ്മൾ കാണാത്തല്ല, നമ്മൾ കൂട്ടാത്ത. നീ ഇപ്പം എന്ത് ചെയ്യും? വാ നോക്കാം. മാച്ചിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ടല്ലോ. സാറ് പറഞ്ഞനുസരിച്ച് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് 5 പേരും അവന്മാരുടെ ക്ലാസ്സിൽ നിന്ന് 5 പേരും ആണെന്നാണ് പറയുന്നത്. അതിന് നമ്മുടെ ടീമിൽ നിന്ന് 5 പേര് ഇറങ്ങാൻ വേണ്ടി. അതെന്താ അങ്ങനെ? അർജുൻ വരില്ലെന്നല്ലേ പറഞ്ഞു. ഓളിയാ, എനിക്ക് കളിക്കാൻ വയ്യലിയ, കളിക്കാൻ ഒരു മൂടില്ല. അത് നിനക്ക് നേരത്തെ പറഞ്ഞൂടെ വരുന്ന? സാറാ ഇനി ലാസ്റ്റ് മിനിറ്റിൽ ആരോ സെറ്റാക്കും. എടാ നീ ഇവിടെ ഉണ്ടായിരുന്നാളാ? ശരിയാണ്, നിനക്ക് കളിച്ചൂടി. ഇത് തന്നെ, നീ കളിക്കൂല? നീ കളിച്ചു. മതി നിർത്ത്. അഞ്ജനയാണോ പറഞ്ഞത്? Good morning. Sit down. Akhil. Present teacher. Anjana. Present teacher. Arjun. പ്രസന്റ് ടീച്ചർ. Farhan. Present teacher. Kiran. പ്രസന്റ് ടീച്ചർ. Lian. പ്രസന്റ് ടീച്ചർ. എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ആര് പറഞ്ഞെന്നല്ലോ, ഉള്ള കാര്യം സത്യമല്ലേ. എന്നും പറഞ്ഞ് എല്ലാവരും തന്നെ പറഞ്ഞു. നീ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞെന്ന് തന്നെ ഇരിക്കും. എടാ ഇപ്പോഴെങ്കിലും ഇവന്മാർ ഇതൊക്കെ ഒന്ന് അറിയട്ടെ. എടാ നിങ്ങൾ ഇതിൽ കളിക്ക് പറഞ്ഞാലും അവനിത് നല്ല ഹേർട്ടാവുന്നുണ്ട്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മറ്റേ ടൂർണമെൻറ്റിൻ്റെ കാര്യം തന്നെ അവനെ നിങ്ങളിങ്ങനെ മാറ്റി നിർത്തി. നിങ്ങൾ എവിടെ പോയാലും അവനൊരു ഓപ്ഷനായിട്ടാണ് നിങ്ങൾ അവനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങളാണ് അവൻ്റെ സ്ഥലത്താണെങ്കിലോ അവന് ഹേർട്ടാവത്തില്ലേ? അതേപോലെയല്ലേ. നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അവന് നല്ല രീതിക്ക് ഇത് ഹേർട്ടാവുന്നുണ്ട്. എടാ നിനക്കൊന്നും പറയാനില്ലേ? എടാ നീ ഇനി ഇങ്ങനെ തന്നെ ഇരുന്നോ, ഒന്നും പറയില്ല. അവന്മാർക്ക് ഇതൊന്നും മനസ്സിലാവുമ്പോഴുള്ള നീ പറഞ്ഞില്ലെങ്കിൽ. എടാ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറ. ഇവൻ എന്തായാലും വാ ഉറക്കാൻ പോള. നിങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടെങ്കിലും ഇവൻ പറയണമെന്ന് നോക്കട്ടെ. എന്തോന്നു ഇത്രയും സൈൻ ഉണ്ടായിരുന്നു? നമ്മൾ അങ്ങോട്ട് കളിയാക്കാൻ പറഞ്ഞിട്ടാ. നിനക്ക് ഇത്ര ഓട്ടമെന്ന് പറഞ്ഞോണ്ടേ. ഞാൻ പ്രതീക്ഷിച്ചില്ല നിനക്ക് ഇത്ര ഫീൽ ആകുവാണ്. നമ്മളടുത്തല്ലേ പറയേണ്ടതെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. കുറച്ചുമ്പോൾ 5 പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. നമ്മൾ തന്നെ നേരത്തെ പറയാത്ത. എടാ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ഇത് കളിയാക്കാതൊന്നും ഇരിക്കില്ല. പക്ഷെ അത് കൂടിപ്പോയാൽ നീ നമ്മുടെ അടുത്ത് പറയാം. പറ്റിപ്പോയടാ, സോറി. സോറിയാ. ചിരിയടാ, ചിരിയടാ, ചിരിയാ.
നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. എത്രയോ ആയിരക്കണക്കിന് എന്നെ പോലുള്ള പിള്ളേർ കാണും ഓരോ സ്കൂളിലും ഓരോ ക്ലാസ്സിലും. And all you have to do is just be kind to them.